മലയാളിയാണ് പഠിക്കണ്ട. ഇപ്പൊ മാത്രമേ അങ്ങനെയെങ്കിലും ഇവിടെ ശരിക്കും കളിപ്പാട്ടം രാവിലെ ചന്ദ്രപ്പോ റെഡിയായിട്ടുള്ള ഓ സോറി, ഞാൻ പറ്റി ഇരുട്ടായി കേട്ടോ, ഇടയ്ക്കത് മറന്നേ പോയി. ഇപ്പൊ ഏത് സ്ഥലം പോയിട്ടാ മൂകാംബിക എത്താറായി. ആ വനത്തിലൂടെ പോവാന്നല്ലേ? നല്ല റോഡ്. വനത്തിന്റെ റോഡ് അടിപൊളിയാക്കി. ബാബ പറയുന്ന 9.9 കിലോമീറ്റർ കൊണ്ട് പോയി മൂകാംബിക എത്തും. 9.8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മൂകാംബിക എത്തും. അങ്ങ് വിദൂരത്തിൽ കാണുന്നതാണ് നമ്മുടെ കുടജാദ്രി. അതിപ്പം കണ്ണുകൊണ്ട് കാണാൻ പറ്റും, പക്ഷെ ക്യാമറയിലൂടെ കാണാൻ പറ്റും. റോഡ് അടിപൊളി സൂപ്പറായി. നല്ല കുടുകുടുമായിട്ടാ വന്നത് അല്ലേ? ഇപ്പൊ അടിപൊളിയായിട്ട് വരും. ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ടാ വരുന്നത്. അത് ഭയങ്കര ഫുള്ള് ഇരുട്ടിയത്. പക്ഷെ ഇപ്പൊ ഈ സോഡ ഒഴിക്കാൻ എല്ലാവരും പ്ലാസ്റ്റിക്കിന്റെ കുപ്പി വലിച്ചെറിയുന്നതാണ് വലിയ ബുദ്ധിമുട്ട്. ചെറിയ മൃഗങ്ങളെല്ലാം ഉണ്ടല്ലോ അവിടെ. ഇവിടെ മാനുകളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് മാനുകൾ സാർ ക്രോസിനോന്ന് എഴുതി അമ്മായി. മാനുകളൊക്കെ ഇല്ല സാറാ. അടുത്തു അമ്മായി കാണുന്നില്ല. അതാണ് കുടജാദ്രി. കാണൂലോ, കണ്ണു കാണുന്നത് ക്യാമറയിൽ കാണുന്നത്. കണ്ണു വേറെ, ഏറ്റവും വലിയ ലെൻസ് കണ്ണു. ഇപ്പൊ നമ്മൾ ക്യാമറയിൽ പറയുന്നത് അതെ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. നല്ല രസമുണ്ട്. നല്ല യാത്ര വണ്ടിയിലെല്ലാം പോയിട്ടാ. അതിനെ കുടജാദ്രി തന്നെ. ഈ വണ്ടിയുടെ തന്നെ കുടജാദ്രി. അങ്ങോട്ട് നടന്ന് പോകണമെന്നുണ്ട്, പക്ഷെ അടുത്ത വരയിൽ പോകാൻ പോയിട്ടാ അല്ലേ? അടുത്ത വരയിൽ നമുക്ക് നടന്നിട്ട് കുടജാദ്രിയിൽ കയറാൻ തന്നെ. അല്ല നെറ്റാ അല്ല, ഞാൻ എന്നെ ഓടിക്കുന്നു മോളെ. ഇല്ല നാളെ ആയിരിക്കും ലേക്ക് എവിടെ പോയി ഞാൻ പോയിട്ടാ. ഞാൻ ഇവിടെ ഉണ്ട് അല്ല, എന്റെ മുഖം ഉണ്ടായിരുന്നില്ല പോയിട്ടാ. അപ്പം ഞാൻ വിചാരിച്ചു എന്റെ മുഖം കൂടി കാണിച്ചാലേ ഒരു പൂർണ്ണത ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് തിരിച്ചു പിടിച്ചത്. ലൈറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പുലിയും ഉണ്ടെന്നെല്ലാം പറഞ്ഞു. ആദ്യത്തെ രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് ചെറിയ പേടിയുണ്ടല്ലേ വരുമ്പോ. അമ്മ അങ്ങനെ പേടിയൊന്നുമില്ല അല്ലേ? ഇപ്പൊ പേടി എന്തോ കളർ റോഡിനല്ലേ? നോക്കുക എന്തോ കളർ കണ്ട. എന്തുകൊണ്ട് പറഞ്ഞാലേ ടാറൊക്കെ നല്ല അടിപൊളി ടാർ ഇട്ടിട്ട് ചെയ്തതാണ്. വെറും ഒരു തവണ പോയി കഴിഞ്ഞാൽ പിന്നെ കേറി എന്താ പറയുക പോകുന്നതല്ല. ഒഴുകാണ് വണ്ടിയല്ലോ അല്ലേ? അത് വേറൊരു പ്രത്യേകതയുണ്ട്. ചപ്പില്ല, കാരണം അങ്ങനെ വെയിലൊന്നും ഇല്ലല്ലോ. നല്ല ഇരുട്ട് കാണുന്നുണ്ട്. റോട്ടിൽ ചപ്പ് കൂടി ചപ്പില്ലാത്തത് വണ്ടികൾ കിടക്കട പോകുന്നുണ്ട്. കാറ്റിനങ്ങ് പറഞ്ഞു പോയിരിക്കും. പിന്നെ നീറ്റ് ആക്കിയിട്ടുണ്ട് നന്നായിട്ട്. രസം. ബ്യൂട്ടിഫുൾ. ഇവിടെയും ഇതുണ്ട്. പുതിയ കരിങ്കോരങ്ങ് കാട്ടുപോകും. പുതിയ കരിങ്കോരങ്ങ് കാട്ടുപോകും. എന്റെ മോൻ നേരത്തെ ഉറക്കാം. ഇതുവരെ എഴുന്നേറ്റില്ല അല്ലേ? ഒരു പുലി പറയുന്നത് പൊന്നൂസ് ഉറങ്ങിയല്ലേ ഇതമ്മ? നല്ല രസമുണ്ട് കാട്ടിലോക്ക്. അയ്യോ മോളെ ഇത് താത്ത മോളെ, ഇത് സാധനം താക്ക്. വെയിലില്ല, വെയിലത്ത് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. അമ്മയുടെ വിൻഡോ ഷീൽഡ് എടുത്ത് മാറ്റിക്കോ.
അമ്മ ഒരേ സമയത്ത് 2 ക്യാമറ. അമ്മയാള് പുലിയല്ലേ, ഒരേ സമയം 2 ക്യാമറ. സിംഹി സിംഹൂടെ അല്ലേ ഏതാ സിംഹം? സിംഹം ഇതാണ് സിംഹം. താടിയില്ലാത്ത സട ഷേവ് ചെയ്ത സിംഹം അല്ലേ? ഒരുപാട് പേര് വിളിക്കും അല്ലേ, ഒരു അഭിപ്രായം പറയും. അമ്മക്ക് ഇപ്പൊ സമാധാനായിട്ടുണ്ടാവും. മൂകാംബികയിൽ നിന്നാണ് കാട് പോയത് അരിയിൽ സത്യം പറയല അമ്മക്ക് കാട് ഈ മൂകാംബിക എന്നാണ് എന്നെ അരിയിൽ എഴുതിപ്പിച്ചത്. ഹരിശ്രീ ഗണപതയെ നമ്മ അവിഘ്നവസ്തു ഗുരുവൊക്കെ നമ്മ പണ്ട് ചെറുപ്പത്തിൽ ഇവരെല്ലാരും തന്നെ എഴുതിപ്പിച്ചു. ഒരു കാര്യം അറിയാം, നമുക്ക് പുലി എന്നെല്ലാം പറഞ്ഞ പേടിച്ചു കാണാതായി പല വീഡിയോ എല്ലാ മൂകാംബിക വീഡിയോയിൽ ഞാൻ പറയും ഭാവ്യമുണ്ടല്ല പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒന്ന് കാണാതായിട്ടുണ്ട്. മൂകാംബിക ഉത്സവ സമയത്ത് ക്യൂ നിൽക്കുന്ന സമയത്ത് മുമ്പത്തെ ഒരു പെണ്ണുങ്ങളെ കയ്യിൽ പിടിച്ച് ഞാനങ്ങ് നടന്നു. ഇന്ന് കിട്ടിയിട്ടില്ല, ഇന്ന് എന്നെ കിട്ടണത്രേ. അപ്പൊ അമ്മ വേറെ ഞാനാന്ന് വിചാരിച്ച് വേറൊരു കുഞ്ഞിനെ കൈ പിടിച്ചു. ആ കുഞ്ഞിനാണ് ഞാനിപ്പോ ആടേടെ ഉണ്ട്. അപ്പൊ എനിക്ക് എങ്ങനെയായാലും എന്നെ പെരുകി പിടിക്കണം. എല്ലാരും ചിരിക്കാം. നമ്മളിതാ ഹോട്ടൽ വിട്ട് പോവുകയാണ്. അല്ല ചാ, തൽക്കാലത്തേക്ക് റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. മിസ്സേ, പിന്നെ വാവക്ക് 5 വയസ്സിൻ്റെത് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി മാത്രല്ലേ ഹായ് പറഞ്ഞ വീഡിയോയില് ഹായ് കേക്കും ഞാൻ ഇപ്പൊ ഓഫാക്കി. ഇതാണ് സദ്യമ്മ, ഇതാണ് അമ്മമ്മ. ഇതാ മൂക്കിനെല്ലാം നമസ്കാരം, സ്വാമി ശരണം. മൂക്കിനെല്ലാം ഇതായിട്ട് ഇങ്ങനെ ഇടുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇത് ഇട്ടുന്നതിന് കാണൂല. അപ്പോൾ മൂകാംബികയിലെത്തി. നല്ല ഗംഭീരമായ യാത്രയായിരുന്നു. ഇനിയിപ്പോൾ വൈകിട്ടത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയേക്കാം. എല്ലാവർക്കും ഓരോ മസാല ദോശ കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം. അതാണ് ഉദ്ദേശം. അല്ല പോന്നെ വേണ്ട. സ്വാമി ശരണം. എല്ലാവരും സ്വാമിമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആരും അവരവരുടെ കാലിൽ ചവിട്ടി മെതിക്കാൻ പാടില്ല. കാലിൽ ചവിട്ടി മെതിക്കരുത്. 0 ആഹാ. ഞാൻ വിചാരിച്ചു നല്ല കിടില തണുപ്പാന്ന്, പക്ഷെ തണുപ്പൊന്നുമില്ല അല്ലേ? അടിപൊളിയല്ലേ? അങ്ങനെ പറഞ്ഞൂടാ. ഇവള് ശരിക്കും വരുന്ന കളിപ്പാട്ടം വാങ്ങിക്കാനും മോൻ വരുന്നത് മസാല ദോശ തിന്നാനും. അതന്നെ സ്വാമി ആയതിനു ശേഷമുള്ള സംഭവം വീടല്ലേ മോനെ? നല്ല ചപ്പാത്തിന്റെ മണല്ലേ? അയ്യോ, ഇത് ആടെ കൊടുത്താൽ മതിയായിരുന്നു അല്ലേ? നമ്മൾ പിടിച്ച് നടക്കണ്ടല്ലോ. ആ പോട്ടെ, വേഗം സൗകര്യമില്ല. ചാണകം എന്ന് പറഞ്ഞാൽ നടക്കല്ല. മതി മോനെ. അപ്പൊ ഇയാളാണ് ഇത്ര സമയം ക്യാമറ എടുത്തിരിക്കുന്നത്, ക്യാമറമാൻ ആയിട്ടുള്ളത്. ഇത് ഇവിടുത്തായിട്ടുള്ള തോടാണ്. ഇപ്പൊ ഇതിനകത്ത് കുറച്ച് വെള്ളം കാണുന്നുണ്ട്. ശരിക്കും അഴുക്ക് ചാലായിരുന്നു. അഴുക്ക് ചാല് പോലെ തന്നെ ഉള്ളത്. പണ്ടെല്ലാം ശരിക്കും അപ്പുറം ഇപ്പുറം നല്ല കരിമ്പിന്റെ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറ്റിയെല്ലാം ബിൽഡിംഗ് ആയതുകൊണ്ട് ഇപ്പൊ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. നാളെ ഞായറാഴ്ചയാണ്, രാവിലത്തേക്ക് ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും. രാവിലെ 6 മണിക്കാണ് പൂജ. പരിപാടി സംഭവം. നല്ലുണ്ട് കാണും, നല്ലുണ്ടല്ലേ? ഷാഡോന് ഓർമ്മയായിരുന്നു അല്ലേ? ഷാഡോന് ഓർമ്മയായിരുന്നു അല്ലേ? അഴുന്ന അതിനെ കാണാം. അപ്പൊ അങ്ങനെയാണ് സംഭവം. തണുക്കുന്നുണ്ട്, ചെറിയൊരു തണുപ്പുണ്ട് അല്ലേ? ഒരു കുഞ്ഞു തണുപ്പുണ്ട്. അങ്ങോട്ട് വരും നമുക്ക്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കട്ടെ. അതിന് ശേഷം അടിപൊളി പഴമെല്ലാം തൂക്കി വിട്ട് എന്താണുള്ളത് കഴിക്കാൻ? നമസ്കാരങ്ങൾ ഓർക്കുന്നുണ്ട് നമ്മളെ? അതെ ഇപ്പൊ വന്നതേ ഉള്ളൂ. രാവിലെ തൊഴാന്ന് വിചാരിച്ചു. സുഖല്ലേ? എല്ലാരും കൂടി
അതെ ചക്ര വാങ്ങിച്ചാലോ? ഇന്ന് വാങ്ങാനില്ല, ഇപ്പൊ മാത്രമേ വാങ്ങാനില്ലൂ. എന്നാ കൂട്ടിക്കോ മതി മുത്തേ. ഇനി എടുക്കാനില്ലേ വാവേ? ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ലേഖാമ്പ ജംഗ്ഷൻ ടോക്കീസ്. രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുള്ളത്. എല്ലാവരും കൂടി അടിപിടി തന്നെ പോകാൻ വേണ്ടിയിട്ട്. ഇവരെല്ലാം സമയം വരാത്തതുകൊണ്ട് രാവിലെ കുളിച്ച് എന്താ പറയാലോ ന്യൂസേ, പിന്നെ വിളക്കൊക്കെ കണ്ടു, കർപ്പൂരം കണ്ടിട്ട് ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയി തൊഴാൻ വേണ്ടി പോകണം. തൊഴാനുള്ള സൗകര്യമെല്ലാം ഓൾറെഡി ഉണ്ടല്ലേ, തിരക്കില്ലാതെ തൊഴാനുള്ള സൗകര്യമെല്ലാം ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര കുറച്ച് തണുപ്പെല്ലാം ഉണ്ട് അല്ലോ ന്യൂസേ. ഇപ്പം ഡമ്പോട്ടെല്ലാം താഴേക്ക് പോയി. പിന്നെ എൻ്റെ മക്കൾ ഉപേക്ഷിച്ച് വാച്ചാണ്. ഇത് നടക്കുമെന്ന് വെച്ചാൽ നടക്കും, പക്ഷെ ചാർജൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ചെത്തി കിടക്കേണ്ടതല്ലേ അല്ലേ ന്യൂസേ. അപ്പോൾ റൂമെല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നു, ഫുള്ള് ചാള വളയാന്ന് ഇങ്ങനെ ഉണ്ടാ. അതുകൊണ്ട് വന്നപാട് എടുക്കണമായിരുന്നു, പക്ഷെ അതുമ്പോഴത്തേക്ക് ക്ഷീണമായി പോയി. രാത്രിയാണ് നമ്മൾ ഇടത്തെങ്കിലല്ല, എത്രയാ? 8 മണി 7 എത്തുമ്പോഴത്തേക്ക്. അതുകൊണ്ട് പിന്നെ ക്ഷീണമായിട്ട് ഇനി എനക്കൊരു മോർഫിൻ കഴിക്കണം എന്ന് വെച്ചാൽ. മോർഫിൻ കാണുന്നില്ലല്ലോ, പോയി മോർഫിൻ കാണുന്നില്ലല്ലോ. നിനക്കൊരു ഗുളിക കഴിക്കണം, മോർഫിൻ. ഞാൻ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാണുന്നില്ല. അതല്ലേ കാണുന്നില്ല, നോക്കട്ടെ. മോർഫിൻ ഇവിടെ അവിടെ ഉണ്ട്. ഇതാണ് മോർഫിൻ കേട്ടാ, മോർഫിൻ ഇതാണ് മോർഫിൻ. ആരെ മൊബൈൽ ഇരിക്കുന്നു? എൻ്റെ എവിടെ നിന്നാണ്? 10-ൻ്റെ തോന്നുന്നു അറിയല്ലേ. പിന്നെ വൈകുന്നേരം കുറച്ച് മുമ്പ് വന്നിട്ട് കൃഷി ചെയ്യണമെന്നല്ലെങ്കിൽ എഴുന്നേൽക്കൂല. ഞാൻ ആ കളറിലാണ് തന്നെ. നീ എന്നിരിക്കുന്ന ഒറിജിനലാന്നാ ന്യൂസ്? അയ്യോ അതെന്തേ? എന്നാ വാ ഭയങ്കരം തന്നെ അല്ലേ? ഞാൻ പറ്റുന്ന ചായ കഴിക്കണത്ര. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് ചായ കഴിക്കല്ലോ ന്യൂസ്. അതെ, ബ്രേക്ക്ഫാസ്റ്റ്. പൊന്നൂസ് മസാല ദോശ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ മസാല അവര് മറ്റേ കാർഡ് എടുത്തിട്ട് പുറത്തേക്ക് എന്റെ പേര് വെച്ചിട്ടല്ലേ. അപ്പൊ ഗൈസ് നമ്മളിതാ മൂകാംബികയിലേക്ക് പോകാൻ വേണ്ടി ഇതാ വണ്ടി കയറി ഇരുന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തിൽ ആരും ഉണ്ടായിരുന്നു. അതെ, ഒരു ഫോളോവറിനെ കണ്ടായിരുന്നു. ഇത് കഴിഞ്ഞൊന്നും മുരുടേശ്വരം ഒന്നുണ്ട് അല്ലേ മാം? അതിന്റെ ആൾക്കാർ കണ്ടു, എല്ലാവരും ലൈക്ക് ഇടില്ലേ. ഇത്രയും തിരക്കുണ്ടാന്ന് വിചാരിച്ചില്ല അല്ലേ? ഇത്രയും തിരക്ക് തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇവിടെ നമ്മൾ അകത്തേറ്റ് ആളൊക്കെ ഉണ്ട്, പക്ഷെ അത്തരത്തിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ട്. അപ്പൊ നട അടച്ചിട്ടുള്ളത്. അപ്പൊ ഏതായാലും പെട്ടെന്ന് തന്നെ കയറാൻ പറ്റും. പ്രതീക്ഷയുള്ളൂ. എല്ലാം കണ്ടു. അപ്പൊ അങ്ങനെയാണ് ഏതായാലും ദൈവനെ കണ്ടിട്ട് വന്നതിന് ശേഷം മലയാളിയാണ്, പേടിക്കണ്ട.
അടച്ചിട്ടില്ലെങ്കിൽ ഇപ്പുറത്ത് കൂടെ പോകുന്ന അതെല്ലേ അനു നാണം വരുന്നത് പറയണ്ട പറഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞ നമ്മളിപ്പോ മുഖാംബിക അമ്പലത്തിനുള്ളിലായി അല്ലേ മേ? നമുക്ക് പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കാം വോയിസ് ഓവർ കൊടുക്കാം. അച്ഛൻ അവിടെ എന്തോ ഒരു പ്രസാദം വാങ്ങിക്കാൻ പോയിട്ടേ അതാ എന്തായാലും തരുൺ റോനെ കണ്ടതുകൊണ്ട് നമ്മൾ വേഗം നേരത്തെ എപ്പോഴത്തെ പോലെ അല്ലേ അതിൻ്റെ ഉള്ളിൽ കയറി കൂട്ടിട്ടുള്ളിൽ കയറി VIP പരിഗണനയിൽ പ്രാർത്ഥിച്ചു വരണം. അതിന് സന്തോഷം തന്നെ ഇല്ല മനസ്സേ. കുറെ നേരം ഇതാനൊക്കെ അതുപോലെ ഇതും കിട്ടി. ദേവീന്റെ വളയിലും കിട്ടി നമുക്ക്. പോയിക്കോ വേഗം നടക്കേ. അപ്പൊ രാവിലത്തെ തൊഴലും ഒക്കെ കഴിഞ്ഞു. ഇനി മടക്കമാണ്. ഭയങ്കര തിരക്കാണ്ടായി. തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ടല്ല ചാ. ഇന്നലെ വന്ന അതേ ഹോട്ടലിൽ തന്നെ വന്ന കേട്ടോ. ഇന്നലെ വന്ന അതേ ഹോട്ടലിലാണ് വന്നത് രാത്രി തന്നെ. ആ കുഴപ്പമില്ല. ഹലോ നമസ്കാരം. അങ്ങനെ നമ്മള് മൂകാംബികയിൽ പോയി തൊഴുതു. അപ്പം ഇനി അങ്ങോട്ട് മുരുടേശ്വര ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ പോയി തൊഴുത് പറ്റി ഇന്നെ മടങ്ങണം അല്ലേ? അങ്ങോട്ടാ ഇന്നെ മടങ്ങാം. നല്ല സുഖല്ലേ? അമ്മയുണ്ട് അല്ലേ? കാണുന്നില്ല അമ്മായി? പൊന്നൂസ് ബേക്കിലുണ്ട്, അമ്മയുണ്ട്, ബാബ ഉറങ്ങുന്നുണ്ട്. പിന്നെ അപ്പൊ അതെ ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മൾ വിചാരിച്ചു ഓഫ് സീസൺ ആയതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല പ്രതീക്ഷിച്ചു. പക്ഷെ ഭയങ്കര തിരക്കാണല്ലേ പോയിട്ട്? നല്ല തിരക്കാണ്ടായത്. എന്നിരുന്നാൽ കൂടി ദൈവാധീനം പോലെ അന്നത്തെ അതേപോലെ നമ്മള് വീണ്ടും ആ കൂടിനുള്ളിൽ കയറി VIP പോലെ അങ്ങനെ പറയുന്നേ. അങ്ങനെയല്ല, എന്നാലും ഒരു ഭാഗ്യം വേണ്ടേ അതിനും അല്ലേ പോയിട്ടാ? നമ്മൾ അതിനുള്ള കുറേ നേരം നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. എനിക്കിതാ മൂകാംബിക അമ്മയുടെ ധരിപ്പിച്ച് വളയും എനിക്ക് കയ്യിലും കിട്ടി. ഭയങ്കര സന്തോഷം. കഷായം ഉണ്ടായിരുന്നു, പക്ഷെ അതിന് രാത്രി പോകുമ്പോൾ പോയില്ല അല്ലേ പോയിട്ടാ? ഇതൊരു കഷായം, അടുത്ത പ്രസാദം. അങ്ങനെ ഇനിയിപ്പം എന്താ പറയാ, ഇങ്ങോട്ടൊന്നും വലിയ ബ്ലോക്കും കാര്യങ്ങളും അധികം ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ പോയിട്ടാ? നമ്മളെ കേരളത്തിലെ റോഡിന്റെ പണി ആയതുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പം ക്ഷീണം വരുമ്പം ടാബ്ലറ്റ് എടുക്കും,
BP കുറയും കൂടും അങ്ങനെയൊക്കെ. അപ്പോഴും താടി ക്ലീൻ ഷേവ് ചെയ്തോണ്ട് അപ്പോട്ട് വർത്താനേ പറയുന്നില്ല. പിന്നെ ഇതിപ്പോ സ്ഥലം ഒന്നും എനിക്കറിയില്ല. ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മൾ വിചാരിച്ചു മൂകാംബികയിൽ നിന്ന് കഴിക്കാന്നൊക്കെ. എനിക്ക് ഇഷ്ടമാണ് അടുത്ത് അപ്പോഴും ഇഷ്ടമല്ല അമ്പലങ്ങളിലെ ഭക്ഷണം. എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളിനി മാമാനത്ത് വരുന്നുണ്ട് കേട്ടോ. അതിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വീഡിയോ കാണുന്നത്. ഞാൻ പോയിട്ട് പ്രാർത്ഥിക്കണം. അത് പറയാൻ പാടില്ലെന്നാണ്. അങ്ങനെയുള്ള ആ അമ്പലങ്ങളിൽ പോകുന്ന കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല. എന്നിരുന്നാൽ പോലും അതെല്ലാം ഞങ്ങൾ അറിയുന്നത്. പക്ഷെ ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്തേക്ക് വരികയും സംസാരിക്കുകയും കെട്ടിപ്പിടിച്ച് എന്റെ കഴുത്തിലൊക്കെ ഉമ്മയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കരഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് കുറെ ആൾക്കാർ. ഒരുപാട് സന്തോഷം. അതാ ഞാൻ അമ്പേട്ടനോടും നമ്മളെല്ലാരും ഇങ്ങനെ സംസാരിക്കുന്നേ. ഏത് നാട്ടിലെത്തിയാലും അല്ലേ അമ്പേട്ടാ നമ്മളെ അറിയുന്ന അമ്പേട്ടാ ലേഖേച്ചി അല്ലെങ്കിൽ അമ്പു മോനെ ലേഖ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്ന കുറച്ച് പേര് എന്തായാലും ഉണ്ടാവും. ഒരുപാട് സഹോദരന്മാർ. അതന്നെ. അത് നമുക്കൊരു ഞങ്ങൾക്ക് ഭയങ്കര ഒരു അതും ഒരു പ്രസാദാണ് ദേവീന്റെ. അതും ഞങ്ങൾ അങ്ങനെ കരുതുന്നു. നിങ്ങളുടെ സ്നേഹം ശക്തിയും പ്രസാദവുമായിട്ട് നമ്മള് സ്വീകരിക്കുന്നത്. അതാണ് ഞാൻ അങ്ങനെ പറയാൻ എനിക്കിഷ്ടം. അതും ഒരു പ്രസാദമാണ്, ദേവീന്റെ ഒരു വരദാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അമ്മായി ഇവിടെ ഇരിക്കുന്നുണ്ട്. പാവിത മാലയിട്ട് സ്വാമിയാണ് മലയോട്ടം. അമ്മായിയുടെ മുട്ടിന് ഭയങ്കര പ്രശ്നമുണ്ട്. മുട്ട് നല്ല വേദനയുണ്ട്. അപ്പം മലയാട്ടം ചവിട്ടാനാകുമ്പോഴത്തേക്കും അത് ശരിയാവെന്ന് വിചാരിക്കുന്നു. പിന്നെ അമ്മ എന്താണെന്നറിയില്ല. അമ്മ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് ഇങ്ങനെ. ക്ഷേത്രം മൊത്തം കാണിച്ച് പിടിച്ചു വലിക്കും കടലിൽ പോകും. നമുക്ക് വീഡിയോ എടുക്കണം. ചെറിയ വീഡിയോ പിന്നെ ഉള്ളിലെല്ലാം കൊടുക്കാൻ ആവശ്യം. അതിനപ്പുറം പോകാൻ പാടില്ല. Thank you.